നമസ്കാരം. വെൽക്കം ടു KAS Tutor. KAS Tutorൻ്റെ കേരള ഹിസ്റ്ററി സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ KAS മെയിൻസ് പരീക്ഷയ്ക്കുള്ള കേരള ഹിസ്റ്ററി ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് എന്ന ഭാഗത്തിൻ്റെ സിലബസ് മുഴുവൻ വിശദമായിട്ട് ഡീകോഡ് ചെയ്തിരുന്നു. ആ ഡീകോഡിംഗ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ദയവായി അതുകൂടെ കണ്ടിരിക്കുക. എങ്ങനെയാണ് മെയിൻസ് പരീക്ഷയ്ക്കായിട്ട് വിഷയങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടത്, ആംഗിൾ ഓഫ് ലേണിംഗ് എങ്ങനെയായിരിക്കണം, അതേപോലെ മനസ്സിലുള്ള കാര്യങ്ങളെ ഇംപ്രസീവായി അവതരിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണണം. ഇനി ഈ ക്ലാസ് ഒരു കർട്ടൻ റേസറാണ്. അതായത് കേരള ചരിത്ര പഠനത്തിനുള്ള ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് ഒരുക്കി തരിക എന്നതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിലബസ് പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത് 18-ാം നൂറ്റാണ്ട് മുതലുള്ള കേരള ചരിത്രമാണ്. അതറിയുന്നതിന് മുന്നോടിയായിട്ട് എന്താണ് ഇവിടെ നിലനിന്നിരുന്ന സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം എന്നുകൂടി നമ്മൾ അറിയണം, അല്ലേ? ഡീകോഡിംഗ് സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇന്നത്തെ കേരളത്തിൻ്റെ സാമൂഹിക സ്ഥിതിയിലേക്കുള്ള വളർച്ചയുടെ പ്രധാന പടവുകൾ ആരംഭിക്കുന്നത് 18-ാം നൂറ്റാണ്ട് മുതൽക്കാണ് എന്ന്. അപ്പോൾ അതിനു മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന വ്യവസ്ഥിതികൾക്ക് 18-ാം നൂറ്റാണ്ട് മുതൽ മാറ്റം സംഭവിച്ചോ? അങ്ങനെ സംഭവിച്ചുവെങ്കിൽ അത് എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? അപ്പോൾ എന്തിൽ നിന്നുള്ള ഒരു പരിവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്നറിയാൻ മുൻകാല വ്യവസ്ഥിതികൾ അതിനെക്കുറിച്ച് കൂടി ഒരു മിനിമം ധാരണയുണ്ടാവണം. ഇല്ലെങ്കിൽ പാതിക്ക് വെച്ച് വായിച്ചു തുടങ്ങിയ ഒരു പുസ്തകം പോലെ അപൂർണമായി പോവും നമ്മുടെ ചരിത്രബോധം. എന്ന് കരുതി BC കാലഘട്ടം മുതലുള്ള കേരള ചരിത്രം പറയാൻ പോയാൽ ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് സിലബസ് പൂർത്തിയാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരുപാട് പിന്നിലേക്കൊന്നും പോകുന്നില്ല. തൊട്ടു പിന്നിൽ 18-ാം നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് പിന്നിലേക്കൊന്ന് ചെറുതായി പാളി നോക്കിയാൽ കാണാൻ കഴിയുന്ന അത്ര മാത്രം നമുക്കൊന്ന് നോക്കിപ്പോകാം. സോ 16-17 നൂറ്റാണ്ടുകളിലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക അന്തരീക്ഷങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ് ഈ ക്ലാസ്. ആദ്യമായിട്ട് നമുക്ക് അക്കാലത്തെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഭരണ സംവിധാനം, രാഷ്ട്രീയ ഘടന എപ്രകാരമായിരുന്നെന്ന് നോക്കാം. പ്രധാനമായും നാടുവാഴിത്തത്തിൽ, ഫ്യൂഡലിസത്തിൽ അധിഷ്ഠിതമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ജനാധിപത്യമോ അല്ലെങ്കിൽ പ്രോപ്പർ സെൻസിലുള്ളൊരു രാജഭരണമോ പോലുമല്ല. നാടുവാഴിത്തമായിരുന്നു അന്ന് പിന്തുടർന്നു പോന്നിരുന്ന സമ്പ്രദായം. അതേപോലെ കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനം നിലനിന്നിരുന്നില്ല. സെൻട്രലൈസ്ഡായ, ഓർഗനൈസ്ഡായ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നില്ല. ഓരോരോ ദേശങ്ങൾ, ഓരോരോ നാടുവാഴികൾ, അവർക്ക് കീഴിൽ കുറേ നാട്ടുപ്രമാണിമാർ, അതായിരുന്നു ഒരു പൊതുഘടന. നാടുവാഴികൾ അതാത് ദേശങ്ങളുടെ ഭരണത്തലവന്മാരായിരുന്നു. എങ്കിലും യഥാർത്ഥ അധികാരം കൈയാളിയിരുന്നത് പ്രാദേശിക ഭരണസമിതികളുടെ തലപ്പത്തുള്ള നാട്ടുപ്രമാണിമാരായിരുന്നു. താഴേക്കിടയിലുള്ള സാധാരണ ജനങ്ങൾക്കിടയിൽ ഇത്തരം നാട്ടുകൂട്ടങ്ങൾക്കും അവയുടെ തലവന്മാരായ മാടമ്പിമാർക്കും പിള്ളമാർക്കുമൊക്കെയായിരുന്നു കൂടുതൽ സ്വാധീനമുണ്ടായിരുന്നത്. കാരണം പൗരകാര്യങ്ങൾ, സിറ്റിസൺസ് അഫയേഴ്സ് കൺട്രോൾ ചെയ്തിരുന്നത് അവരാണ്. ഇത്തരം പ്രാദേശിക ഭരണസമിതികൾ തറക്കൂട്ടങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അന്നത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് സൊസൈറ്റി, സാമൂഹിക ഘടന അഥവാ സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നെന്ന് നോക്കാം. ആദ്യമേ തന്നെ പറയാം, അടിമുടി ജാതിമയമായിരുന്നു. ഹൈറാർക്കിക്കൽ കാസ്റ്റ് സിസ്റ്റം, ജാതി ശ്രേണികൾ നിലനിന്നിരുന്നു. ചാതുർവർണ്ണ്യം നമുക്കറിയാമല്ലേ? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ 4 തട്ടുകളിലായിട്ട് ജനങ്ങളെ വേർതിരിച്ചിരുന്നു. അതിനും താഴെ അടിയാളർ വേറെ. ആര്യൻ ഇൻവേഷൻ അഥവാ ആര്യന്മാരുടെ അധിനിവേശത്തോടു കൂടിയാണ് ഇത്ര ആഴത്തിലുള്ള ഒരു ജാതി ചിന്ത നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിയതെന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. സംഘകാല ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്നൊന്നും ഇത്ര ഷാർപ്പായ ഒരു ഡിവിഷൻ, ജാതീയമായ വേർതിരിവ് സമൂഹത്തിൽ നിലനിന്നിരുന്നില്ല എന്നതാണ്. ചെയ്യുന്ന തൊഴിലിൻ്റെ മാഹാത്മ്യമനുസരിച്ച് മനുഷ്യൻ്റെ യോഗ്യത നിർണ്ണയിക്കുന്ന മാനദണ്ഡങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ആര്യബ്രാഹ്മണർ തങ്ങളുടെ സുപ്രീമസി ഉറപ്പിക്കാനായിട്ട് സമൂഹത്തിൻ്റെ പൊതുബോധത്തിലേക്ക് ജാതി വിഭാഗീയ ചിന്തകൾ മനഃപൂർവ്വം ഇൻജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് പ്രമുഖ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ജാതീയത പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഗഹനമായ മറ്റൊരു ദുരാചാരമായിരുന്നു തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റി. മേലാളന്മാർ കീഴാളന്മാരെ കണ്ടാൽ തന്നെ അയിത്തമായി.
ദൃഷ്ടി പോലും പതിയും മുമ്പ് വഴിമാറിപ്പോയില്ലെങ്കിൽ പിന്നെ കുറ്റമായി, ശിക്ഷയായി. മേലാളന്മാരുടെ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്തിരുന്നത് ഈ പാവങ്ങളായിരുന്നു. അവരൊഴുക്കിയ വിയർപ്പായിരുന്നു ജന്മിമാർ അനുഭവിച്ചിരുന്ന സമ്പന്നത. പക്ഷെ അവർക്ക് കിട്ടിയിരുന്ന പ്രതിഫലം ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ആയിരുന്നു. ഇതുപോലെ വേറെയും ദുരാചാരങ്ങളുണ്ടായിരുന്നു. ഒരു കാലത്ത് കേരളത്തിലെ നായർ സ്ത്രീകളുടെ പേടി സ്വപ്നമായിരുന്ന പുലപ്പേടി, മണ്ണാപ്പേടി മുതലായവ. ചില പ്രത്യേക മാസങ്ങളിൽ പുലയർ, പറയർ, മണ്ണാൻ മുതലായ സമുദായങ്ങളിൽപ്പെട്ട പുരുഷന്മാർക്ക് സന്ധ്യയ്ക്ക് ശേഷം ഒറ്റയ്ക്ക് കാണപ്പെടുന്ന സവർണ സ്ത്രീകളെ തൊട്ട് സ്വന്തമാക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു. ഒരു കല്ലോ കമ്പോ അവരുടെ മേൽ എറിഞ്ഞുകൊള്ളിച്ചാലും മതി. അതോടെ ആ സ്ത്രീ അവരുടെ സമുദായത്തിൽ നിന്ന് ഭ്രഷ്ടയാക്കപ്പെടുന്നു. ഇതേ പുരുഷനൊപ്പം അവർ പോകേണ്ടിയും വരുന്നു. അങ്ങനെ പോകാൻ, കീഴാളനായ പുരുഷന്റെ ഒപ്പം പോകാൻ വിസമ്മതിക്കുന്ന സ്ത്രീകളെ അവരുടെ കുടുംബക്കാർ തന്നെ കൊന്നുകളയുന്ന ദുരഭിമാനക്കൊലയുടെ ചരിത്രങ്ങളും കഥകളും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് കോട്ടയം കേരളവർമ്മ ഇതിന് നിരോധനം കൊണ്ടുവന്നു. ഇവിടെ ശ്രദ്ധിക്കണം, പുലപ്പേടിയും മണ്ണാപ്പേടിയും പോലെ മേൽത്തട്ടിനെ ബാധിക്കുന്ന ദുരാചാരങ്ങൾ നിരോധിക്കപ്പെട്ടെങ്കിലും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ സമൂഹത്തിൽ നിർബാധം തുടർന്നു പോന്നു. ഇങ്ങനെ ജാതി സമ്പ്രദായത്തിൻ്റെ വളരെ നീചമായ സ്വാധീനം അന്നത്തെ സമൂഹത്തിലുണ്ടായിരുന്നു. ജാതീയമായ വിഭാഗീയത പറയുന്നതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് റിലീജിയസ് ഹാർമണി, മത സൗഹാർദ്ദം. അന്നത്തെ ഭരണാധികാരികളായാലും ജനങ്ങളായാലും മത സഹിഷ്ണുതാ നയം പിന്തുടർന്നു പോന്നിരുന്നു. അന്യമതങ്ങളോട് കാണിച്ചിരുന്ന ടോളറൻസ്. വിദേശികളായ പാതിരിമാർക്കും മതപ്രഭാഷകന്മാർക്കുമൊക്കെ നാട്ടിൽ യഥേഷ്ടം സഞ്ചരിക്കുവാനും തങ്ങളുടെ മതം പ്രചരിപ്പിക്കുവാനും ജനങ്ങളെ അവരുടെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെയുള്ള നീചമായ ദുരാചാരങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കീഴാളരായ ജനങ്ങൾ ഹിന്ദു മതത്തിൽ നിന്ന് ധാരാളമായി ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും പരിവർത്തനം ചെയ്തിരുന്നു. റിലീജിയസ് കൺവേർഷൻ അക്കാലത്ത് വ്യാപകമായി നടന്നിരുന്നു. ഇനി പറയാനുള്ളത് സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്, പിന്തുടർച്ചാ സമ്പ്രദായം. മരുമക്കത്തായമായിരുന്നു പ്രധാനമായും പിന്തുടർന്നിരുന്നത്. ബ്രാഹ്മണർ പക്ഷേ മക്കത്തായ സമ്പ്രദായം പിന്തുടർന്നു പോന്നു. ഇനി അന്ന് നിലവിലുണ്ടായിരുന്ന മറ്റൊരു സവിശേഷതയായിരുന്നു പോളിയാൻഡ്രി, ബഹുഭർത്തൃത്വം. ഒരു സവർണ സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരെ സ്വീകരിക്കാൻ കഴിയുന്ന സ്ഥിതിവിശേഷമാണ് ബഹുഭർത്തൃത്വം. സ്ത്രീകൾക്ക് വളരെ സവിശേഷമായ സ്ഥാനം സമൂഹത്തിൽ ലഭിച്ചിരുന്നു. പോളിയാൻഡ്രി നിലനിന്നിരുന്ന സമൂഹം എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകളുടെ താല്പര്യങ്ങൾക്ക് എത്രത്തോളം അംഗീകാരം ലഭിച്ചിരുന്നു അല്ലെങ്കിൽ പ്രാമുഖ്യം ലഭിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പോളിയാൻഡ്രി ഏകദേശം 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ നിലനിന്നിരുന്നു എന്ന് ചരിത്രരേഖകൾ പറയുന്നു. അടുത്തതായിട്ട് നാടിൻ്റെ അല്ലെങ്കിൽ നാടുവാഴിയുടെ പ്രധാന വരുമാന സ്രോതസ്സുകൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. സോഴ്സസ് ഓഫ് റവന്യൂ. എക്കാലത്തെയും പോലെ ടാക്സസ്, നികുതികൾ തന്നെയായിരുന്നു അവയിൽ പ്രധാനം. ചരക്ക് നികുതി, കയറ്റുമതിയിലും ഇറക്കുമതിയിലും ഏർപ്പെടുത്തിയിരുന്ന നികുതി, അതുപോലെ കുടുംബസ്വത്തിൻ്റെ ഭരണാവകാശം ഏറ്റെടുക്കുന്ന സമയത്ത് അനന്തരാവകാശി ഒടുക്കേണ്ടുന്ന പുരുഷാന്തരം എന്ന നികുതി, വ്യാപാരികളിൽ നിന്ന് ജാതി മത ഭേദമന്യേ അവരുടെ വരുമാനത്തിൻ്റെ 10% ഈടാക്കിയിരുന്ന കച്ചവട നികുതി, അങ്ങനെ പലതരം നികുതികൾ. പക്ഷേ കർഷകരിൽ നിന്ന് ഭൂനികുതി ഈടാക്കിയിരുന്നതിനുള്ള തെളിവുകളൊന്നും ചരിത്രത്തിൽ കണ്ടിട്ടില്ല. നികുതിയിതര വരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു? കുറ്റവാളികളിൽ നിന്ന് ഈടാക്കിയിരുന്ന പിഴത്തുക, അംഗം വെട്ടാൻ ആഗ്രഹിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഫീസായി ഈടാക്കിയിരുന്ന നാട്ടുകിഴി, അങ്ങനെ പലതും. ഇത്തരത്തിൽ പല വരുമാന സ്രോതസ്സുകളൊക്കെ പറഞ്ഞെങ്കിലും പൊതുവിലുള്ള സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് അത്ര സുഖകരമായിരുന്നില്ല. അൺബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സാമ്പത്തിക അസന്തുലിതാവസ്ഥ വളരെ പ്രകടമായിരുന്നു. മേലാളന്മാരും ഭൂവുടമകളും സമ്പന്നന്മാരായി സുഖലോലുപരായി ജീവിച്ചപ്പോൾ കീഴാളന്മാർ പട്ടിണിയും ദാരിദ്ര്യവുമായി ജീവിതം തള്ളി നീക്കി. അവരുടെ വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും പുറത്ത് ദേഹമനങ്ങാതെ സുഖിച്ചു കഴിയാനുള്ള എല്ലാ സാഹചര്യവും അന്നത്തെ സാമൂഹിക സ്ഥിതി മേലാളന്മാർക്ക് ഒരുക്കിക്കൊടുത്തു. അപ്പം അക്കാലത്തെ നീതി നിർവഹണ സംവിധാനം അഥവാ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം എത്തരത്തിലുള്ളതായിരുന്നു എന്നുകൂടി നമുക്ക് നോക്കാം. ക്രമീകൃതമായിരുന്നില്ല അന്നത്തെ നീതി നിർവഹണ സംവിധാനം. പ്രത്യേക നിയമസംഹിതകളും ഉണ്ടായിരുന്നില്ല.
പൊതുവേ പാലിക്കപ്പെട്ടിരുന്ന കുറേ നാട്ടുമര്യാദകളുടെ പുറത്ത് ജനങ്ങൾ അങ്ങനെ ജീവിച്ചു പോന്നു. കുറ്റം ചെയ്താൽ തെളിയിക്കുന്നതിനായിട്ടുള്ള വിചാരണ കുറ്റവാളിയുടെ ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടത്തിയിരുന്നത്. 4 തരം സത്യപരീക്ഷകൾ: ബ്രാഹ്മണർക്ക് തൂക്കുപരീക്ഷ, ക്ഷത്രിയർക്ക് അഗ്നിപരീക്ഷ, വൈശ്യർക്ക് ജലപരീക്ഷ, ശൂദ്രർക്ക് വിഷപരീക്ഷ. ശിക്ഷയും ഇതേപോലെ തന്നെ. എത്ര കടുത്ത കുറ്റത്തിനും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പരമാവധി ശിക്ഷ നാടുകടത്തലോ ജാതി പ്രശ്നമോ മാത്രമാണ്. കീഴാളർക്കാണെങ്കിലോ ചെറിയ കുറ്റത്തിന് പോലും വധശിക്ഷയായിരുന്നു വിധിച്ചിരുന്നത്. ജാതിയുടെ സ്വാധീനമില്ലാത്ത ഒരു മേഖലയും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് 18-ാം നൂറ്റാണ്ടിന് തൊട്ടു മുൻപുള്ള കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ സ്ഥിതിഗതികൾ. അപ്പോൾ ഈ ഒരു പിക്ചർ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം 18-ാം നൂറ്റാണ്ടിലെ കേരളത്തെ അറിഞ്ഞു തുടങ്ങാൻ. അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊരു കേർട്ടൻ റേസർ ഇന്നിവിടെ കൊണ്ടുവന്നത്. എങ്ങനെയാണ് ഇത്തരമൊരു പരിതസ്ഥിതിയിൽ നിന്ന് കേരളം ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് നമ്മുടെ പഠന വിഷയം. അതിനായി അരങ്ങേറിയ മുന്നേറ്റങ്ങളുടെയും പോരാട്ടങ്ങളുടെയും നാൾ വഴികളിലൂടെയാണ് അടുത്ത ക്ലാസ് മുതൽ നമ്മളും നടന്നു തുടങ്ങാൻ പോകുന്നത്. KAS ട്യൂട്ടറിൻ്റെ കേരള ഇക്കോണമി സീരീസിലെ ക്ലാസ് വീഡിയോസ് ചാനലിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവരെ തീർച്ചയായിട്ടും അത് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. KAS ട്യൂട്ടറിൻ്റെയും എൻ്റെയും ടെലഗ്രാം ചാനൽ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.